നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തൊരു കളി, അതാണ് നമുക്കിതിനെ പറയാൻ കഴിയുക. കാരണം കളിക്കാൻ ഇറങ്ങുന്നത് ഈ 7ാം സ്ഥാനക്കാരും ഈ 8ാം സ്ഥാനക്കാരും തമ്മിലാണ്. മത്സരത്തിൽ ആര് വിജയിക്കും, ആര് മികച്ച രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കും, അത് മാത്രമേ ചോദ്യമുള്ളൂ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയാലും സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയാലും വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. 13 കളികളിൽ നിന്ന് 5 വിജയം 6 തോൽവി, അങ്ങനെ 12 പോയിൻ്റാണ് KKRനെങ്കിൽ 13 കളികളിൽ നിന്ന് 11 പോയിൻ്റാണ് SRHനുള്ളത്. ഇപ്പോൾ SRH കഴിഞ്ഞ മത്സരങ്ങൾ വിജയിച്ചു കൊണ്ടുവരുന്നു. അതവർക്ക് ഒരു നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഷാൻ കിഷനൊക്കെ ഫോമിലേക്ക് എത്തി. അത് ആദ്യം ഒരു നല്ല ഇന്നിങ്സ് കളിച്ചു, പിന്നെ കുറേ കാലം മോശമായി, പിന്നെ കഴിഞ്ഞ കളിയിൽ വീണ്ടും അദ്ദേഹം മികച്ച ബാറ്റിംഗ് നടത്തി. അതൊക്കെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത്. KKRൻ്റെ കാര്യത്തിൽ റഹ്മാൻ പവലും മൊയിൻ അലിയും അവൈലബിൾ അല്ലല്ലോ. ഒരു പക്ഷേ വെങ്കടേഷ് മനീഷ് പാണ്ഡെയുടെ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്തനായിട്ടുണ്ടെങ്കിൽ. പിന്നെ ലവനിത് സിസോദിയ, അദ്ദേഹം എക്സ്പ്ലോസീവായിട്ടുള്ളൊരു ഓപ്പണറാണ്. അദ്ദേഹം റഹ്മാനുള്ള ഗുർബാസിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ഡെബ്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം IPL 2026 അവർ കാത്തുവെക്കുന്ന ഒരു കളിക്കാരനാണ് സിസോദിയ. അപ്പോൾ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഒരു പ്രോബിൾ 12 റഹ്മാനുള്ള ഗുർബാസ് ഓർ ലവനീത് സിസോദിയ. പിന്നെ ഓപ്പൺ ചെയ്യാൻ സുനിൽ നാരായൺ, ദെൻ അജിങ്ക്യ രഹാനെ, അങ്കരീഷ് രഘുവൻഷി, വെങ്കടേഷ് അയ്യരോ, മനീഷ് പാണ്ഡെ, രണ്ടാളൊരാൾ കളിക്കും. അത് വെങ്കടേഷ് അയ്യരുടെ പരിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളിക്കും. ദെൻ റിങ്കു സിംഗ്, ആന്ധ്ര റസൽ, രമൺദീപ് സിംഗ്, ഹർഷിത് റാണ, അൻട്രിക് നോർക്കിയ, വരുൺ ചക്രവർത്തി, ഇമ്പാക്റ്റ് സബ്ബായിട്ട് വൈഭവ് അറോറ. മറുഭാഗത്ത് കളി നടക്കുന്ന ഗ്രൗണ്ട് കൂടി പരിഗണിക്കുമ്പോൾ സ്പിന്നേഴ്സിനുള്ള സഹായം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സിഷൻ അൻസാരിയോ രാഹുൽ ചാഹറോ അവർ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അവരുടെ പ്രോബിൾ 12. അല്ലെങ്കിൽ അവർ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ RCBക്കെതിരെയുള്ള വിന്നിംഗ് സ്ക്വാഡ് തന്നെ കളിപ്പിച്ചേക്കും. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു പ്രോബിൾ 12 പോയാൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ, അഭിനവ് മനോഹർ, ഹർഷൽ ദ്യൂബെ, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, ഇസാൻ മലിംഗ, ഇമ്പാക്റ്റ് സബ്ബായിട്ട് ജയദേവ് ഉനഡ്കഡ്, ഇങ്ങനെ തന്നെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഗ്രൗണ്ടിൻ്റെ സ്വഭാവം വെച്ച് സ്പിന്നറെ ഉൾപ്പെടുത്തിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു കളി, അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എങ്കിലും വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും രണ്ട് ടീമും നടത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.